ഹലോ സ്റ്റുഡൻസ്, +2 മാത്തമാറ്റിക്സ് ഇൻ്റഗ്രേഷൻ എന്ന 7th ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. ഒരുപാട് പ്രോബ്ലംസും ചെയ്തു. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. ഇന്റഗ്രൽ -1 to 1 5x⁴ √x⁵ +1 dx. ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. Take t equal to x⁵ +1. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. √x⁵ +1 മീൻസ് x⁵ +1 1/2. t equal to x⁵ +1 കൊടുക്കണം. Then dt/dx equal to x⁵ ഡെറിവേറ്റീവ് 5x⁴ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 0. Then dt/5x⁴ equal to dx. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ടി വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്തു. പിന്നീട് നമ്മൾ ചെയ്തത് ടി വേരിയബിളിന് എക്സ് വേരിയബിളിലേക്ക് തന്നെ ചേഞ്ച് ചെയ്ത് ആൻസർ എക്സ് വേരിയബിളിൽ കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ വേറൊരു മെത്തേഡ് പരിചയപ്പെടുന്നു. ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. ഇന്ന് പരിചയപ്പെടുന്ന മെത്തേഡ് എക്സ് വേരിയബിളിന് ടി വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്താൽ പിന്നെ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടി വേരിയബിൾ വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് -1 ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എക്സ് വേരിയബിളിൽ ഉള്ളതാണ്. ലിമിറ്റിനെ ടി വേരിയബിളിന്റെ ലിമിറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. ദാറ്റ് മീൻസ് എക്സ് -1 ആകുമ്പോഴുള്ള ടി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതേ രീതിയിൽ എക്സ് 1 ആകുമ്പോഴുള്ള ടി വാല്യൂ കണ്ടുപിടിക്കണം. ഫസ്റ്റ് x equal to 1 implies what is t? x⁵ +1 implies t equal to x equal to 1 ആകുമ്പോൾ 1⁵ +1, that is t equal to 1 + 1 equal to 2. x 1 ആകുമ്പോൾ t equal to 2. Then x -1 ആകുമ്പോൾ x -1 implies t equal to -1⁵ +1 equal to -1⁵ is -1 + 1 equal to 0. Is x equal to -1 implies t equal to 0. Lower limit changes to 0 and upper limit changes to 2. x വേരിയബിളിന് t വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ചേഞ്ച് ആകും. Then ഇന്റഗ്രൽ നമുക്ക് ചേഞ്ച് ചെയ്താൽ ഇന്റഗ്രൽ -1 means 0 1 2. Integral -1 to 1 changes to integral 0 to 2. 5x⁴ √x⁵ +1 t dx is dt/5x⁴. 5x⁴ cancelled.
equal to integral 0 to 2 root t is t raised to 1 by 2 dt. ഇന്റഗ്രല് എക്സ് വേരിയബിളിലുള്ളതാണ്, അത് ടി വേരിയബിളിലേക്കുള്ള ഇന്റഗ്രൽ ആയിട്ട് മാറി. ഇനി ഇതിനെ നമ്മൾ എക്സ് വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്യേണ്ട, ഇവിടെ നല്ല ആൻസർ കണ്ടുപിടിക്കാം. ടി റേസ്റ്റ് 1 by 2 ഈസ് ഇന്റഗ്രൽ എന്താണ്? ടി റേസ്റ്റ് 1 by 2 plus 1 ഡിവൈഡ് ബൈ 1 by 2 plus 1. വാട്ട് ഈസ് 1 by 2 plus 1? 3 by 2. ടി റേസ്റ്റ് 3 by 2 ഡിവൈഡ് ബൈ 3 by 2 പ്ലസ് സി. ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ പ്ലസ് സി ആവശ്യമില്ല. അപ്പൊ ഇവിടെ തന്നെ നമ്മളുടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ട് 0 to 2 ടി റേസ്റ്റ് 3 by 2 ഡിവൈഡ് ബൈ 3 by 2. അവിടെ തന്നെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിയുടെ വാല്യൂ എക്സ് റേസ്റ്റ് 5 plus 1 ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഈക്വൽ ടു ഡിവൈഡ് ബൈ 3 by 2 2 by 3 ആവും. 2 by 3 ഇൻറ്റു ഫസ്റ്റ് ടിക്ക് 2 വാല്യൂ കൊടുക്കുക. അപ്പൊ 2 raised to 3 by 2 മൈനസ് 0 raised to 3 by 2 that is 0 equal to 2 by 3 into 2 raised to 3 by 2 is 2 raised to 1 into 2 raised to 1 by 2 that is 2 root 2. 2 into 2 4 root 2 by 3 4 root 2 by 3 ആൻസർ കിട്ടും. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ മെത്തേഡ്. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അവിടെയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ടീന എക്സിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യും. ഇവിടെ ലിമിറ്റ് മാറ്റിയത് കൊണ്ട് ടി തന്നെ അവിടെ കൊടുക്കാം. ഇനി നിങ്ങൾ മറ്റേ മെത്തേഡിൽ ചെയ്താലും ആൻസർ 4 root 2 ഡിവൈഡ് ബൈ 3 തന്നെ ആയിരിക്കും. ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മെത്തേഡ് ഒന്നുകൂടെ പറയാം. ടി ഈക്വൽ ടു എക്സ് റേസ്റ്റ് 5 plus 1 dt by dx ഫൈൻഡ് ഔട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -1 ലിമിറ്റ് എക്സിന്റെ ലിമിറ്റ് ആണ്, അത് ടി ലിമിറ്റിലേക്ക് ചേഞ്ച് ചെയ്യുക. എക്സ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ ടി 0 ആകും, എക്സ് 1 കൊടുക്കുമ്പോൾ ടി 2 ആകും. അപ്പൊ -1 to 1 ചേഞ്ചസ് ടു 0 to 2 റൂട്ട് ടി raised to 1 by 2. t raised to 1 by 2 means integral t raised to 3 by 2 divided by 3 by 2. Next step t ന് x raised to 5 plus 1 substitute ചെയ്യേണ്ട. അവിടെ തന്നെ നമുക്ക് t ലിമിറ്റ് ആണ് 0 into 2 കൊടുത്താൽ 2 raised to 3 by 2 divided by 3 by 2 2 by 3 ആവും. അപ്പൊ 2 raised to 3 by 2 minus 0 2 raised to 3 by 2 is 2 root 2 4 root 2 by 3. ഈ മെത്തേഡിലും നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 0 to 1 tan inverse x by 1 plus x square dx. ഇന്റഗ്രൽ tan inverse x by 1 plus x square dx ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലില് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചതാണ്. ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ടേക്ക് t equal to tan inverse x. Find out dt by dx. Derivative of tan inverse x is 1 by 1 plus x square. Then dt by 1 by 1 plus x square equal to dx. അത് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? ടി വേരിയബിളിലേക്ക് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുക. അതിനുവേണ്ടി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാം. എക്സ് 0 ആകുമ്പോൾ വാട്ട് ഈസ് ടി? ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഫൈൻഡ് ഔട്ട് ടാൻ ഇൻവേഴ്സ് 0. ടാൻ 0 ആകുന്നത് 0യിലാണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് 0 ഈക്വൽ ടു 0. x ഈക്വൽ ടു 1 ഇംപ്ലൈസ്
t equal to tan inverse 1. Tan theta equal to 1 ആണെങ്കിൽ what is theta? Pi by 4. 45 degree. Pi by 4. x ലിമിറ്റിനെ t ലിമിറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ 0 to 1 changes to 0 to pi by 4. Tan inverse x changes to t by 1 plus x square. Dx changes to dt by 1 by 1 plus x square. 1 plus x square, 1 plus x square cancelled. Then what is remaining? Integral 0 to pi by 4 t dt. Integral t dt find out ചെയ്യാം. Integral t എന്താ? x ന്റെ integral x square by 2. Then integral of t square by 2 plus c. നമുക്ക് ആവശ്യമില്ല. എന്ത് ചെയ്യാം? ആൻസർ കിട്ടിയാൽ ആ ആൻസറിന് ക്ലോസ്ഡ് ബ്രാക്കറ്റിലിട്ട് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും 0 pi by 4. ഫസ്റ്റ് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 by 2 ടേക്ക് ഔട്ട്സൈഡ്. 1 by 2 into upper limit substitute ചെയ്താൽ t square. Here pi by 4. Pi by 4 whole square minus 0 square equal to 1 by 2 into pi by 4 whole square is pi square by 4 square 16. 2 into 16 is 32. Pi square by 32. Answer is pi square by 32. T equal tan inverse x. dt by dx 1 by 1 plus x square substituted ചെയ്യുമ്പോൾ 1 plus x square കട്ടായി t dt വരും. t യുടെ ഇന്റഗ്രൽ t square by 2. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും 0 pi by 4. 1 by 2 take outside. t square pi by 4 whole square. Pi square by 16. 2 കൂടെ ചേർന്നാൽ pi square by 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to pi by 2 sin x by 1 plus cos square x dx. Here take t equal to cos x. Then dt by dx equal to derivative of cos x is minus sin x. dt by minus sin x equal to dx. Substitute in this one. Integral 0 to pi by 2 changes to x equal to 0 implies t equal to cos 0. What is cos 0? Cos 0 equal to 1. X equal to pi by 2 implies t equal to cos pi by 2. Cos pi by 2 equal to 0. Then limit changes to integral 0 to pi by 2. 0 is 1. 1 to pi by 2 0. Sin x divided by 1 plus cos square x. Cos x is t. Cos square x is t square. dx is dt by minus sin x. Then sin x cancelled. ലോവർ ലിമിറ്റ് 1 ഉം അപ്പർ ലിമിറ്റ് 0 ആണ്. 0 അല്ല ഇതിൽ ലെസ് വാല്യൂ. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ചേഞ്ച് ചെയ്യുക. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. അത് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി ചേഞ്ച് വരുമ്പോ എന്താണ്? നെഗറ്റീവിന് വ്യത്യാസം വരും. അപ്പൊ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ചേഞ്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ്
ഇന്റഗ്രൽ 0 to 1 വരും. അപ്പൊ നെഗറ്റീവ് ഇന്റഗ്രൽ 0 to 1 dt divided by 1 plus t square. Here negative, negative. Negative, negative, positive. Integral dt by 1 plus t square. 1 by 1 plus x square. Integral is tan inverse x. Here tan inverse t. Negative, negative, positive ആയി. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ചേഞ്ച് ചെയ്ത നെഗറ്റീവും മൈനസ് sin x ന്റെ നെഗറ്റീവും രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആയി. 1 by 1 plus t square tan inverse t. Then closed bracket 0 1 equal to first 1 tan inverse 1 minus next lower limit tan inverse 0. Tan theta 1 ആണെങ്കിൽ what is theta? 45, that is pi by 4. Tan inverse 0 is 0. Pi by 4 minus 0 equal to pi by 4. Hence answer is pi by 4. Lower limit 0. T 1 ആകും. Pi by 2 0 ആകും. Then substitute ചെയ്യുമ്പോൾ sin x cancelled. 1 to 0, 0 to 1 ആകുമ്പോൾ നെഗറ്റീവ്. ഈ നെഗറ്റീവ് കൂടെ ചേർന്ന് പോസിറ്റീവ്. 1 by 1 plus t square tan inverse t. Tan inverse 1 is pi by 4. Tan inverse 0 is 0. Hence answer is pi by 4. Next question, fourth one. Integral minus 1 to 1 dx by x square plus 2x plus 5. നമ്മൾ പഠിച്ചതാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇന്റഗ്രൽ dx by ax square plus bx plus 5. ഫസ്റ്റ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ dx by x square plus 2x plus 5 equal to coefficient of x equal to 2 divided by 2 is 1. 1 square equal to 1. 1 add ചെയ്യുകയും subtract ചെയ്യുകയും ചെയ്യാം. x square plus 2x plus 1 minus 1 plus 5 equal to integral dx divided by first three terms equal to x plus 1 whole square. 5 minus 1 is 4. We can write 4 as 2 square. Integral dx by x plus 1 whole square plus a square. What is formula? Integral dx by x square plus a square. Formula 1 by a tan inverse x by a plus c. Here x in the place x plus 1 and a the place 2 equal to 1 by 2 tan inverse x plus 1 by 2 plus c. This is indefinite integral ന്റെ ആൻസർ. നെക്സ്റ്റ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ -1 to 1 dx by x square plus 2x plus 5 equal to, take 1 by 2 outside, 1 by 2 into closed bracket tan inverse x plus 1 by 2 lower limit -1 upper limit 1 equal to 1 by 2 into first 1 plus 1 2
tan inverse 2 by 2 is 1 minus next minus 1 substitute ചെയ്യുമ്പോൾ minus 1 plus 1 0 0 by 2 is 0 tan inverse 0 equal to 1 by 2 into tan inverse 1 is pi by 4 minus tan inverse 0 is 0. 1 by 2 into pi by 4 is pi by 8. Answer is pi by 8. Next question. Integral 0 to 2 by 3 dx by 4 plus 9x square. First, integral dx by 4 plus 9x square. എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തത്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഔട്ട്സൈഡ് എടുത്തു. ദാറ്റ് മീൻസ് 9 1 by 9. 1 by 9 take outside. Integral dx divided by 9 കൊണ്ട് രണ്ട് ടേമിനെയും ഡിവൈഡ് ചെയ്തു. 4 by 9 plus 9x square by 9 equal to 1 by 9 integral dx divided by 4 by 9 is 2 by 3 whole square. 2 by 3 whole square plus 9x square by 9 is x square equal to 1 by 9 integral dx by a square plus x square. What is formula? 1 by a tan inverse x by a plus c equal to 1 by 9 into 1 by a. What is a? 2 by 3. 1 by 2 by 3 tan inverse x by 2 by 3 plus c equal to 3 9 cut ചെയ്താൽ 3 1 by 3 into 6 1 by 6 tan inverse 2 by 3 3 by 2 that means 3x by 2 plus c. Another constant is c then denote here. 1 by 6 tan inverse 3x by 2 plus c, that is answer. Next, indefinite integral 0 to 2 by 3 dx divided by 4 plus 9x square equal to 1 by 6 tan inverse 3x by 2 0 2 by 3 equal to 1 by 6 tan inverse 3 x in the place 2 by 3 divided by 2 minus 3 into 0 by 2 0 and tan inverse 0. Tan inverse 0 is 0. Then what is this? 3 3 cut out 2 2 cut out 1 answer will 1 by 6 into tan inverse 1 is pi by 4 minus tan inverse of 0 is 0. 1 by 6 into pi by 4 is pi by 24. Answer is pi by 24. Integral dx by 4 plus 9 x square indefinite integral നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ആൻസർ 1 by 6 tan inverse 3x by 2 plus c ആൻസർ കിട്ടും. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്താൽ we get the answer pi by 24.